സാർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. ഞാനല്ല, പ്രഭാവതി മാഡം സാറിനെ രക്ഷിക്കും. ഞാൻ വീണ്ടും പ്രഭാവതി മാഡത്തെ കണ്ടിരുന്നു. പ്രഭാവതി മാഡം അവരാകെ മാറിയിരിക്കുന്നു. അനുഭവങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും ഒക്കെ കൂടി പ്രഭാവതി മാഡത്തെ ഒരു പുതിയ പ്രഭാവതിയാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോ അവരൊന്നിനെയും ഭയപ്പെടുന്നില്ല, ഒന്നിനു വേണ്ടി അപേക്ഷിക്കുന്നുമില്ല, ആരോടും ഒരു ഔദാര്യവും ആവശ്യപ്പെടുന്നുമില്ല. ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനമുള്ള ഒരു പ്രഭാവതി മാഡമാണ് എന്റെ മുന്നിലിരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഉറപ്പിച്ചു പറയുന്നത്, സാറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. സാറിന്റെ ഭാര്യ തന്നെ സാറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. മേരി തോമസിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ജയിലിലായത് മുതൽ ഞാൻ പ്രഭയെക്കുറിച്ച് ആലോചിച്ചാ വേദനിച്ചിരുന്നേ. ചന്ദ്രോത്തിനകത്ത് നിന്ന് അവൾ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്തിയിരുന്നു. അവിടെ അവൾ തന്നെയായിരുന്നു പല തീരുമാനങ്ങളുടെയും അവസാന വാക്ക്. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി പെട്ടുപോയപ്പോ അതിനെ നേരിടാനുള്ള മനക്കരുത്തോ സാമർഥ്യമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോ മേരി തോമസിന്റെ വാക്കുകൾ എനിക്ക് സമാധാനം തരുന്നു. എന്നെ പുറത്തിറക്കണ്ട, അവളുടെ മനസ്സിന് ശക്തി കിട്ടിയല്ലോ, അത് മതി. കുടുംബത്തിന്റെ ഭാവി ഇനി അവളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. പിന്നെ മേരി തോമസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാണ് ഇപ്പൊ വേണ്ടതെന്ന്. മനസ്സ് നേരെ നിന്നാലല്ലേ സർ ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂ. എനിക്കിപ്പോ എന്റെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മകളുടെ മുമ്പിൽ ഉത്തരം മുട്ടി നിന്ന ഒരമ്മയെ ഞാൻ. തനുജയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോയി. എന്തൊക്കെയായാലും എന്റെ മകളല്ലേ തനുജ. എന്റെ വയറ്റിൽ 10 മാസം കിടന്നവൾ. എന്നിട്ടോ ഒരമ്മയുടെ സ്നേഹവും ലാളനെയും അവൾക്ക് കിട്ടിയോ? മുലപ്പാലൊന്നും നുണയാൻ പറ്റിയോ? താരാട്ട് കേൾക്കലും കൈപിടിച്ച് നടത്തലും മാമൂട്ടലും ഒക്കെ പിന്നെയല്ലേ. കുറച്ചു കാലം മുമ്പ് വരെ മകളെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് ന്യായം പറയാം. പക്ഷെ ഒക്കെ അറിഞ്ഞിട്ടും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അമ്മയെ ഞാനിപ്പോ. മോളെ എന്ന് വിളിച്ച് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും ഒരു ഉമ്മ വെക്കണമെന്നും ഞാനാണ് നിന്റെ അമ്മയെന്ന് വിളിച്ചു പറയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു.